ബീഹാറിലെ ബങ്കിപ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം ബി.ജെ.പിക്ക് നൽകുന്ന പാഠം എന്താണ്? ബി.ജെ.പി. അഖിലേന്ത്യാ അധ്യക്ഷൻ നിതിൻ നബീനെ 5 തവണ വിജയിപ്പിച്ച മണ്ഡലമാണ് ബങ്കിപ്പൂർ. കഴിഞ്ഞ തവണ 50,000-ത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് നിതിൻ നബീന് കിട്ടിയത്. ആ മണ്ഡലത്തിലാണ് പ്രശാന്ത് കിഷോർ 20,000-ത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അട്ടിമറി വിജയം നേടുന്നത്. അടുത്ത വർഷം ആദ്യം ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങവെയാണ് ബീഹാറിലെ ബങ്കിപ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റ് ബി.ജെ.പിക്ക് നഷ്ടപ്പെട്ടത്. മധ്യപ്രദേശിലെ ദതിയയിലും പരാജയമുണ്ടായി. ഇത് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റായിരുന്നു എന്നത് പിടിച്ചു നിൽക്കാമെന്ന് മാത്രം. ഉപതെരഞ്ഞെടുപ്പ് നടന്ന 3 ഇടങ്ങളിൽ ഗുജറാത്തിലെ മഞ്ചാൽപൂരിൽ മാത്രമാണ് ബി.ജെ.പി. ജയിച്ചത്. 3 പതിറ്റാണ്ടായി കൈയടക്കി വെച്ച ബങ്കിപ്പൂരിൽ വിജയിച്ചത് അഴിമതി വിരുദ്ധ പ്രസ്ഥാനമെന്ന പ്രചാരണവുമായി രംഗത്തെത്തിയ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനും ജൻസുരാജ് പാർട്ടി നേതാവുമായ പ്രശാന്ത് കിഷോറാണെന്നത് ആഘാതം കൂട്ടുന്നു. ദേശീയ രാഷ്ട്രീയ ഭൂമികയിൽ വഴിത്തിരിവാകുന്ന ഫലമാണിത്. കാൽക്കീഴിലെ മണ്ണൊലിച്ചു പോകുന്നത് ബി.ജെ.പി. നേതൃത്വത്തിന് കാണാതിരിക്കാനാവില്ല. നിതിൻ നബീൻ 5 തവണ വിജയിച്ച മണ്ഡലമാണ് ബങ്കിപ്പൂർ. അതിനു മുമ്പ് നിതിൻ്റെ പിതാവ് പലതവണ ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. മുൻപ് പട്ന വെസ്റ്റായിരുന്നു മണ്ഡലം. 1995 മുതൽ ബി.ജെ.പി. കോട്ടയാണ്. തോൽവി മുഖ്യമന്ത്രി സാമ്രാജ് ചൗധരിക്കും ക്ഷീണമാകും. നീറ്റ് ചോദ്യക്കടലാസ് ചോർച്ചയിൽ വിദ്യാർത്ഥി സമരത്തിൻ്റെ അലയൊലികൾ പാർട്ടിയുടെ പിന്തുണക്കാരെ സ്വാധീനിച്ചെന്ന് ഇത് വ്യക്തമാക്കുന്നു. ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് മുന്നിൽ അടിയറവ് പറഞ്ഞതിനു പിന്നാലെ പാർട്ടി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ്റെ സ്വന്തം തട്ടകത്തിലെ തോൽവി ദേശീയ രാഷ്ട്രീയത്തിൽ ബി.ജെ.പിക്ക് കനത്ത പ്രഹരമാണ്. ബി.ജെ.പി. ഇത് ആഴത്തിൽ പഠിച്ച് തിരുത്തി മുന്നോട്ട് പോയില്ലെങ്കിൽ ബീഹാറിൻ്റെ രാഷ്ട്രീയ ഗതി തന്നെ മാറിയേക്കാം. ശിവദാസൻ കരിപ്പാൽ, കണ്ണൂർ മീഡിയ. ശരി, പറയും എന്താ ഇങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്ക്സും ഇന്റീരിയർ വർക്ക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ നിന്ന് എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയെന്നാണെങ്കിൽ മോഡുലർ കിച്ചണും ഇന്റീരിയർ വർക്ക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്ക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ,